I'm Ashwati and welcome back to my channel. എൻ്റെ ഉള്ളില്ലാത്ത മുടിയെ ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇച്ചിരിയെങ്കിലും ഒരു ഭംഗിയുള്ള രീതിക്ക് ആക്കിയെടുത്തായിരുന്നത് കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ കുറേ പൊടിക്കൈകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എൻ്റെ ചാനലിൻ്റെ തുടക്ക സമയത്ത് നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. നിങ്ങൾ അതിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. പക്ഷെ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഞാൻ അങ്ങനെ ഹെയർ കെയർ ഒന്നും ചെയ്യാറില്ലായിരുന്നു കേട്ടോ. ഹെയറും സ്കിന്നും ഒന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. യൂട്യൂബിലും ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പം ഞാൻ വളരെ കഷ്ടപ്പെട്ട് ചെയ്തെടുത്ത മുടി ഇപ്പം പഴയതിനേക്കാൾ പിന്നത്തതുപോലെ കോല് പോലെ ആയിട്ടുണ്ടേ. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ ലൈറ്റ് ഡ്രസ് ഇട്ടിട്ട് വന്നത് തന്നെ നിങ്ങൾക്കത് നല്ലോണം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ, പുറകിലിൻ്റെ മുടിയൊന്നുമില്ല, ഇത്ര മുടിയേ ഉള്ളൂ. നീളം മാത്രമുണ്ട്. അന്ന് എടുത്ത നീളമാണ്. ഞാൻ നീളവും വയ്ക്കാറില്ലായിരുന്നു എൻ്റെ മുടി. പക്ഷെ ഞാൻ എന്തൊക്കെയോ ചെയ്തതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ആവണക്കെണ്ണയൊക്കെ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് മുടിക്ക് വേണ്ടി സമയം കണ്ടെത്തി ഹെയർ കെയർ നന്നായിട്ട് ചെയ്തിരുന്നു. അങ്ങനെയാണ് എൻ്റെ മുടിക്ക് കുറച്ച് നീളവും വന്നു, കുറച്ച് പുതിയ മുടികളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ശ്രദ്ധിക്കാതിരുന്ന സമയത്ത് ഫുൾ മുടി പോയി. എനിക്ക് തൈറോയിഡും കൂടെ ഉള്ളതുകൊണ്ട് നല്ല മുടി കൊഴിച്ചിലാണ്. ഫുൾ മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇങ്ങനെ നല്ലോണം കോതി ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. ഞാൻ പോണിട്ടയിലൊക്കെ കെട്ടി പുറത്തിറങ്ങിയ 2 കാറ്റടിച്ചടിക്കുമ്പം കോഴിവാല് തോറ്റു പോകും. ആ രീതിയിലാണ് എൻ്റെ മുടി കിടക്കുന്നത്. തുമ്പൊക്കെ ഇത്രയേ ഉള്ളൂ. കുറച്ച് വെട്ടിക്കളഞ്ഞാൽ കുറച്ച് കട്ടിയുള്ളതായിട്ട് തോന്നും. പിന്നെ നീളവും ഇല്ല, കട്ടിയില്ല എന്നുള്ളൊരു അവസ്ഥ വരുമെന്നുള്ളതുകൊണ്ട് ഞാൻ വെട്ടാതെ ഇട്ടേക്കുന്നതാണ്. കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടം തോന്നുവേ. ഞാൻ നടക്കാനൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് പോണിട്ടയിൽ കെട്ടിക്കൊണ്ടാ പോകുന്നു. തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ചൂടുണ്ട്, ഇങ്ങനെ ഒരു മാതിരി ഇങ്ങനെ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കോഴി ഇത്രയേ ഉള്ളൂ. 2 സൈഡിലും കൂടെ വരുമ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടം വരും കേട്ടോ. പക്ഷെ സങ്കടപ്പെട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ മുടിക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ അയ്യോ എൻ്റെ മുടി പോയി, അയ്യോ എൻ്റെ മുടി പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും എൻ്റെ മുടി പഴയതുപോലെ ഇനി വരത്തില്ലായിരിക്കും. എന്നാൽ ഉള്ള മുടിയെ എങ്ങനെയെങ്കിലും സൂക്ഷിക്കണം, ഇനിയെങ്കിലും പൊഴിഞ്ഞു പോവാതെ നല്ലോണം സൂക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഹെയർ കെയർ എല്ലാം ഇനിയും ചെയ്തു തുടങ്ങണം എന്ന് ഞാൻ തീരുമാനിച്ചു. ഇനിയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ മുടിയും കൂടെ പോകുമെന്ന് എനിക്ക് ഉറപ്പായതുകൊണ്ട് ഞാൻ അതിലോട്ട് വന്നതാണ്. അപ്പം ഞാൻ എൻ്റെ ഹെയർ കെയർ എല്ലാം റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. എനിക്ക് തന്നെ ഒരു ചലഞ്ച് ചെയ്തേക്കാണ്, ഹെയർ കെയർ ചലഞ്ച്. അപ്പം നാളെ മുതൽ ചെയ്താലോ എന്നിങ്ങനെ ആലോചിച്ചു. എപ്പോഴും നാളെ മുതൽ എന്ന് പറഞ്ഞ് നാളെ നീളം ആവാറാണ് പതിവ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നാളെ മുതലല്ല, ഇന്ന് മുതൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാനൊരു പ്രോട്ടീൻ മാസ്കാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. കുറേ നാളുകൊണ്ടൊന്നും ചെയ്യാതിരിക്കണമല്ലേ. അപ്പം അതിന് മുടിക്ക് കുറച്ച് പ്രോട്ടീൻ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനൊരു പ്രോട്ടീൻ മാസ്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പ്രോട്ടീൻ മാസ്കിനായിട്ട് 3 കാര്യങ്ങളാണ് വേണ്ടത് കേട്ടോ. മുട്ടയുടെ വെള്ള, തൈര്, പിന്നെ തൈര് ഞാനൊരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട്, തേൻ 1 സ്പൂൺ. പിന്നെ മുട്ടയുടെ വെള്ള എടുത്തപ്പോൾ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി, കുറച്ച് മഞ്ഞയും കൂടെ വീണുപോയി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ജെമിനിയോട് ചോദിച്ചപ്പോൾ ജെമിനി പറഞ്ഞു മുട്ടയുടെ മഞ്ഞയിലുള്ള ബയോട്ടിൻ മുടിക്ക് വളരെ നല്ലതാണ്, ധൈര്യമായിട്ട് തേച്ചോളൂ എന്ന്. അങ്ങനെ പിന്നെ ഞാനത് കളയാനൊന്നും നിന്നില്ല. അതിലേക്ക് തന്നെ തേനും തൈരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. അപ്പൊ മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ മുടിയുടെ വേരുകൾക്ക് നല്ല ബലവും ഉള്ളും ഒക്കെ വെക്കാൻ സഹായിക്കും. പിന്നെ തൈര് തലയോട്ടിയിലെ താരം മാറാനും മുടി നല്ല സോഫ്റ്റ് ആകാനും ഒക്കെ ബെസ്റ്റ് ആണ്. തേനാണെങ്കിൽ മുടിക്ക് നല്ലൊരു മോയ്സ്ചറൈസർ ആണ്, പിന്നെ തിളക്കവും നൽകും. പിന്നെ മുട്ടയുടെ ആ ഒരു സ്മെല്ല് ഇഷ്ടമല്ലാത്തവർക്ക് ഇതിലേക്ക് അല്പം നാരങ്ങാനീരോ എസൻഷ്യൽ ഓയിലോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1-2 തുള്ളി ചേർത്താൽ മതി. അപ്പൊ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി തലയോട്ടിയിൽ മുടിയുടെ അറ്റം വരെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. മുടി ഇങ്ങനെ സെക്ഷനുകളായിട്ട് തിരിച്ച് തേച്ചാൽ മതി കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, മുടി ഒഴിച്ചിലുള്ളവർ വല്ലാതെ അങ്ങോട്ട് അമർത്തി തിരുമല്ലേ, പതുക്കെ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. പിന്നെ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 30-40 മിനിറ്റ് ഇങ്ങനെ വെച്ചിരുന്നിട്ട് പിന്നെ നമുക്ക് പോയി കുളിക്കാം കേട്ടോ. അലർജി ഉള്ളവർ അത്രയും നേരം വയ്ക്കണ്ട കേട്ടോ. ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. തൈര് അധികം പുളിക്കാത്തത് വേണം എടുക്കാൻ. കാരണം പുളി കൂടി തൈരാണെങ്കിൽ ചിലർക്ക് തലയിൽ ഇങ്ങനെ അലർജിയോ ചൊറിച്ചിലോ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കട്ട തൈര് എടുത്താൽ തലയിൽ നിന്ന് ഇങ്ങനെ വല്ലാതെ ഒലിച്ചിറങ്ങത്തില്ല. പിന്നെ ഇത് കഴുകി കളയാൻ വേണ്ടിയിട്ട് കെമിക്കൽസ് ഒക്കെ കുറഞ്ഞ മൈൽഡ് ഷാമ്പു യൂസ് ചെയ്യണേ, അല്ലെങ്കിൽ ഹെർബൽ ഷാമ്പു ആയാലും മതി. എന്നാലേ നമുക്ക് ഇതിന്റെ യൂസ് നന്നായിട്ട് കിട്ടൂ. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. നമ്മളിത് കഴുകി കളയുമ്പോൾ ഒരിക്കലും ചൂടുവെള്ളത്തിൽ കഴുകരുത്. നോർമൽ വെള്ളത്തിലോ അല്ലെങ്കിൽ ഇച്ചിരി തണുത്ത വെള്ളത്തിലോ കഴുകിയാൽ മതി. കാരണം ചൂടുവെള്ളത്തിൽ കഴുകിയ മുട്ടയൊക്കെ വെന്ത് ബുൾസൈ ആയിട്ട് തലയിലിരിക്കും കേട്ടോ. ഡയറക്റ്റ് കോരിയെടുത്ത് കഴിക്കാം. പിന്നെ ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാന്ന് വെച്ചാൽ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് കിടക്കുന്നവർക്കും, പിന്നെ കെട്ടുമിണന്നൊക്കെ കിടക്കില്ലേ അങ്ങനെയുള്ളവർക്കും, പിന്നെ ഒട്ടും തിളക്കമില്ലാത്ത മുടി കാണില്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ മാസത്തിൽ 2 തവണ ഈ മാസ്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് കടയിൽ പോയി കാശ് കളഞ്ഞ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് നമുക്ക് തന്നെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഉണക്കി വന്നിട്ടുണ്ടേ.
നോക്ക് നല്ല സിൽക്കി ആൻഡ് ഷൈനി ആയി കേട്ടോ. ഫസ്റ്റ് ഇതിൽ തന്നെ റിസൾട്ട് കിട്ടിയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അതായത് വേറെ റിസൾട്ട് അല്ല, നല്ലൊരു ഷൈനിങ് തോന്നുന്നുണ്ട്. അപ്പം എനിക്ക് നല്ല സന്തോഷമായി കേട്ടോ. ഇത് നമ്മുടെ നാടൻ രീതികളായതുകൊണ്ട് പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടത്തില്ല. നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും ഇത് എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നി കേട്ടോ. കാരണം ഇങ്ങനെ ഇത് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു നല്ല ഷൈനിങ്ങും ഒരു സിൽക്കി ഫീലിംഗ് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് നിർത്തത്തില്ല, കണ്ടിന്യൂസ് ചെയ്യും. ഒരു 15 ദിവസത്തിലോ ഒരിക്കലൊക്കെയാണ് ഈ സെയിം പാക്ക് ചെയ്യാവുന്നത്. പിന്നെ വീക്ക്ലി നമുക്ക് വേറെ രീതികൾ താളി അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അതെല്ലാം ഇനി ഹെയർ കെയർ എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്ത് തരാനായിട്ട് ശ്രമിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻസിൽ നിന്നാണല്ലോ എനിക്ക് ഇനി വളരാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ ഹെയർ കെയർ വീഡിയോസും സ്കിൻ കെയർ വീഡിയോസും പിന്നെ എൻ്റെ വ്ളോഗ്സും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയി കാണുമായിരിക്കും. ബൈ.